ലിക്വിഡ് സിസ്റ്റംസ്. എന്താണ് ലിക്വിഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡിൽ സോലിബിൾ ആകാം, സോലിബിൾ ആകാതിരിക്കാം. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ സോലിബിലിറ്റി എന്താണ് 3 കേസസ് പോസിബിൾ ആണ്. കംപ്ലീറ്റ്ലി സോലിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? in which there are 2 liquids are soluble in each other in all proportion. For example, benzene and toluene. Partially miscible liquids in which a liquid is soluble in another to some extent only. Example, phenol and water. Immiscible liquids എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും soluble ആകില്ല. Example, carbon tetrachloride and water. Okay, so we are going to study the first case, completely miscible liquids. Liquids like benzene and toluene mix in all proportions and in this respect they could be compared to gases. എന്താണ്? ബെൻസീനും ടൊളുവീനും കംപ്ലീറ്റ്ലി മിസിബിൾ ആയതുകൊണ്ട് അവരെ ഗ്യാസസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ വേപ്പർ പ്രഷർ എന്താണ്? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതാണ് വേപ്പർ പ്രഷർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ലിക്വിഡിന്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, so we know that Raoult's law for binary solutions of volatile liquids alle partial pressure of any component in a solution of a volatile liquid is given by Raoult's law. എന്താണ് അത് പറയുന്നത്? at a given temperature for a solution of volatile liquid partial vapor pressure of each component, ഒരു componentന്റെ partial vapor pressure എന്ന് പറയുന്നത് is equal to the product of vapor pressure of that pure component and its mole fraction from the solution. So PA and PB ആണ് partial vapor pressures of 2 components A and B, liquids A and B. Chi A and Chi B ആണ് അവരുടെ മോൾ ഫ്രാക്ഷൻസ് എങ്കിൽ PA എന്ന് പറയുന്നത് P0A into XA and PB എന്ന് പറയുന്നത് P0B into Chi B എന്ന രീതിയിലാണ് വരുന്നത്. P0A and P0B are the vapor pressures of pure liquids A and B യുടെ vapor pressure ആണ്. So what are ideal solutions? An ideal solution is a solution which obeys Raoult's law exactly at all concentrations and all temperatures. എന്ന് പറഞ്ഞാൽ Raoult's law അതേപടി ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാറ്. ഐഡിയൽ സൊല്യൂഷൻസിന്റെ എൻതാൽപ്പി മിക്സിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. and there will be no change in volume, delta V mixing 0 ആയിരിക്കും. A common examples of ideal solution ആണ് benzene, toluene, N-hexane, N-heptane, chlorobenzene, bromobenzene, N-butyl chloride, N-butyl bromide, etc. വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഐഡിയൽ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്, കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഐഡിയൽ സൊല്യൂഷൻസ് എ ആൻഡ് ബി കൺസിഡർ ചെയ്യുക. റൗൾട്ട്സ് ലോ വെച്ചിട്ട് PA ഈക്വൽ ടു P0A XA, PB ഈക്വൽ ടു P0B XB എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. പ്ലോട്ട്സ് ഓഫ് PA ഓർ PB എന്ന് പറയുന്നത് എന്തായിരിക്കും? അഗെയിൻസ്റ്റ് ദെയർ മോൾ ഫ്രാക്ഷൻ ഷുഡ് ഗീവ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് P0A ആൻഡ് P0B. ഓക്കെ, സോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. P0A, P0B ഇതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് PA, PB എന്ന് പറയുന്നത്. PAയുടെ വര PA, PA, PB. ഓക്കെ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ചിട്ട് നമുക്ക് ഇവരുടെ ടോട്ടൽ പ്രഷർ എങ്ങനെ? PA plus PB ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു P0A into Chi A plus P0B into Chi B. ഓക്കെ, സോ നമുക്കറിയാം it is evident from vapor pressure of solutions of in case of ideal solutions they are intermediate between the values P0A, P0B. Raoult's law may be expressed as Pi is equal to Chi I P0I, where the total vapor pressure നമുക്ക് എങ്ങനെ എഴുതാം? sigma Pi. Pi എന്ന് പറയുന്നത് Chi I P0I എന്ന് എഴുതാം. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ PI ആയിരിക്കും എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഇത് ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസസിൽ മാത്രമാണ് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് റിയൽ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ വരുന്നത്? റിയൽ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അപ്രീഷ്യബിൾ ഡീവിയേഷൻസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന്, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ദേ മേ ഡീവിയേറ്റ് ഫ്രം റൗൾട്ട്സ് ലോ. ആ സൊല്യൂഷൻസിനെയാണ് നമ്മൾ റിയൽ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി ടൈപ്പ് 1 സൊല്യൂഷൻ. റിയൽ സൊല്യൂഷൻസ് ഓഫ് ടൈപ്പ് 1 എന്ന് പറയുന്നത് ഷോ സ്മോൾ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ഗ്യാസസിന്റെ നമ്മൾ
കോമ്പോസിഷൻ വരുന്നത് എന്താണ് വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് എന്ന് പറയുന്നത്. ഈ ഡാഷ്ഡ് എന്താണ് ഡോട്ടഡ് ലൈൻസ് ആണ് ഐഡിയൽ ഗ്യാസിൻ്റെ. മറ്റേ ലൈൻസ് ആണ്, ഈ ലൈനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് 1 എന്ന സൊല്യൂഷൻസിൻ്റെ. അപ്പോൾ അവരെന്താണ് സ്മോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ബീങ് ഓൺലി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ പ്രഡിക്റ്റഡ് ബൈ ദ റോൾസ് ലോ. കുറച്ചേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് അറ്റ് എനി കോമ്പോസിഷൻ ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 പ്യുവർ കമ്പോണൻസ്. അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ബെൻസീൻ, ടൊളുവീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് ബെൻസീൻ, സൈക്ലോഹെക്സൈൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, ഇതിൻ്റെ ഫിഗർ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ they show large positive deviations from ideal behavior. Large positive deviations from ideal behavior. ഓക്കെ, സി നോക്കിക്കേ എന്തുമാത്രം ഡീവിയേഷൻ ആണ് വന്നേക്കുന്നത് ഇതിൽ നിന്ന്, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന്. ഓക്കെ, നമുക്കത് ഗ്രാഫ് കണ്ടാൽ തന്നെ കൺസിഡറബിളി ഗ്രേറ്റർ ദാൻ പ്രഡിക്റ്റഡ് ബൈ റോൾസ് ലോ. വിത്ത് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ടോട്ടൽ വേപ്പർ പ്രഷർ റൈസസ് ടു മാക്സിമം ആൻഡ് ദെൻ ഫോൾസ്. നോക്കിയേ, ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മാക്സിമത്തിൽ എത്തുന്നു. ഇതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാക്സിമത്തിൽ എത്തിയിട്ട് പിന്നെ താഴോട്ട് വരുന്നു. ഓക്കെ, സോ എന്താണ് വേപ്പർ പ്രഷർ ഈസ് മാക്സിമം വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് എബവ് ദ വേപ്പർ പ്രഷർ ഓഫ് ഐദർ ഓഫ് ദ കമ്പോണൻസ്. അതും നമുക്ക് ഇതിനകത്തുനിന്ന് ഈ രണ്ട് കമ്പോണൻസിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ സിസ്റ്റംസ് ആണ് അസറ്റാൽഡിഹൈഡ്, കാർബൺ ഡൈസൾഫൈഡ്, വാട്ടർ, പ്രൊപ്പനോൾ, ബെൻസീൻ, സൈക്ലോഹെക്സൈൻ, അസറ്റോൺ, കാർബൺ ഡൈസൾഫൈഡ്, എഥനോൾ, വാട്ടർ, എഥനോൾ, ക്ലോറോഫോം. ഇതൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഇവിടെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും വോളിയം ഡെൽറ്റ വി മിക്സിങ്ങും പോസിറ്റീവാണ് ഈ ഒരു കേസിൽ. ഓക്കെ, ആൻഡ് ടൈപ്പ് 3 എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, കൺസിഡറബിളി ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് കൺസിഡറബിളി ലെസ് ദാൻ റൗൾസ് ലോ ആയിരിക്കും. സി നോക്കിക്കേ, കണ്ടോ കർവ് താഴോട്ടാണ് വന്നേക്കുന്നത് ഐഡിയൽ ബിഹേവിയറിനേക്കാളും. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഓക്കെ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് മിക്സ്ചർ ഈസ് ബിലോ ദ വേപ്പർ പ്രഷർ. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഈ കർവാണ് ടോട്ടൽ വേപ്പർ പ്രഷർ, വിച്ച് ഈസ് ബിലോ ദ എന്താണ് പ്രഷർ ഓഫ് ഐദർ ഓഫ് ദ പ്യുവർ കമ്പോണൻസ്. ഓക്കെ, സോ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ് പെയർസ് ആണ് ടോളുവീൻ അസറ്റിക് ആസിഡ്, അസറ്റോൺ ക്ലോറോഫോം, വാട്ടർ നൈട്രിക് ആസിഡ്, വാട്ടർ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, നെഗറ്റീവ് ഡീവിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ അൺലൈക്ക് മോളിക്യൂൾസ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലൈക്ക് മോളിക്യൂൾ. ലൈക്ക് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആവുമ്പോഴാണ് ഇങ്ങനത്തെ നെഗറ്റീവ് ഡീവിയേഷൻസ് വരാൻ സാധ്യത. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മിക്സ് എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സ് വോളിയം ഓഫ് മിക്സിങ്ങും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, which will show binary mixture show negative deviation, other component will also show negative deviation. Okay.